നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്ന് പഞ്ചമിതിഥി. പഞ്ചമിയിൽ നിങ്ങൾ മനസ്സാലെ എന്ത് കരുതി ചോദിച്ചാലും കയ്യിന്മേൽ ഫലം കിട്ടുമെന്നതിന് യാതൊരു ഡൗട്ടുമില്ല. കാരണം ഇത് വരാഹിയമ്മയുടെ ദിവസമാണ്. നമ്മൾ ചെയ്യാൻ പോണ ഈ വിഷയം ഈ പഞ്ചമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത പഞ്ചമിക്കുള്ളിൽ നമുക്ക് ഒരു ബലത്തെ കൊണ്ടുതരും. വേറൊന്നുമല്ല, തേങ്ങാദീപത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വരാഹിയമ്മയ്ക്ക് തേങ്ങാദീപം വയ്ക്കുമെന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. തേങ്ങാദീപം മുടങ്ങാതെ വയ്ക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം ടക്ക് ടക്കെന്ന് നടക്കുന്ന മാതിരി ഒരു കാര്യം ഈ തേങ്ങാദീപത്തിന് ഇരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായും ലാസ്റ്റ് വരേക്കും കണ്ടോളുക. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇനി നമുക്ക് തേങ്ങാദീപത്തെ പറ്റി നോക്കാം. തേങ്ങാദീപം വന്നിട്ട് പൊതുവെ പഞ്ചമി തിഥിയിൽ വരാഹിയമ്മയ്ക്ക് വയ്ക്കുന്നത് ഒരു സമ്പ്രദായമായി എല്ലാവരും ചെയ്തു വരുന്നതാണ്. റെഗുലറായിട്ട് ആ കാര്യം ചെയ്യുന്നു എന്ന് തന്നെ പറയാം. തേങ്ങാദീപം എന്നത് നിങ്ങൾക്ക് കോവിലിലും കൊണ്ടുപോയി ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിലും ധാരാളമായിട്ട് ചെയ്യാവുന്ന ഒരു മുറയാണ്. തേങ്ങാദീപം വയ്ക്കാൻ ബെറ്റർ ഡേയ്സ്, അത് പഞ്ചമിതിഥി എന്നത് മികവാർന്ന ഒരു വിഷയമാണ്. കൂടാതെ വെള്ളി, ശനി, ചൊവ്വ ദിവസങ്ങളിലും നല്ലത് തന്നെയാണ്. വേറൊന്ന്, ഈ തേങ്ങാദീപം പഞ്ചമിതിഥി ആയാലും വേറെ ഏത് ദിവസമായാലും മോർണിംഗ് മീൻസ് രാവിലെ തുടങ്ങി ഒരു 12 മണിക്ക് മുന്നേ ചെയ്യുന്നതാണ് ഉത്തമം. അതല്ലാച്ചാല് അത് പറ്റാത്തവർക്ക് രാത്രി 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് അങ്ങനെ ചെയ്തോളുക. വൈകുന്നേര സമയങ്ങളിൽ ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ശരിയാ? ഇത് നിങ്ങൾ ഓർത്തോളുക. എന്നാല് ഒരു ചില ഇടത്തില് ഓരോ മാതിരിയാണ് ഫോളോ ചെയ്യുന്നത്. എനിക്കറിയുന്ന ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ ഗുരുപത്നിയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. രാവിലെ നേരം 12 മണിക്ക് മുന്നേ ചെയ്യുന്നതാണ് വളരെ നല്ലത്. സോ ആ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്കും പറയുന്നു. തേങ്ങാദീപം വന്നിട്ട് യൂഷ്വലി നമ്മൾ എങ്ങനെ വയ്ക്കുന്നതെന്നാല് അത് വാഴയിലയിലോ അതല്ലാച്ചാല് പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പച്ചരി നിരത്തി അതിന് മേലെ ഒരു തേങ്ങ ഉടച്ചിട്ട് അതിൻ്റെ 2 മുറികള് അതില് തേങ്ങ എണ്ണ ഒഴിച്ച് ദീപം വയ്ക്കുന്നത് എന്നതാണ് മെത്തേഡ്. ഇങ്ങനെയാണ് യൂഷ്വലി ചെയ്ത് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ തേങ്ങാദീപത്തില് എന്താണ് ഡിഫറൻറ്റ് എന്ന് ചോദിച്ചാല്, ഇതേമാതിരി നിങ്ങൾ തേങ്ങ ഉടച്ച് ദീപം വെക്കണം. എന്നാല് അതിൽ വയ്ക്കേണ്ട പൊരുൾ നോക്കിയാല് തേങ്ങ എണ്ണയിൽ കൂടെ നെയ്യും കൂടെ ചേർത്ത് ഒഴിക്കണം. ഇനി വേറൊന്ന് എന്താച്ചാല്, നോർമലി തേങ്ങാദീപത്തില് ഒരു തിരിയിട്ടാണ് നമ്മൾ ദീപം കത്തിക്കുന്നത്. എന്നാല് ഇതിൽ വന്നിട്ട് 5 തിരിയിട്ട് കത്തിച്ചോളുക. 5 തിരി പറ്റാത്തവർക്ക് 3 തിരിയിട്ട് വേണേലും കത്തിക്കാവുന്നതാണ്. 5 തിരി എന്നത് പഞ്ചഭൂതങ്ങൾക്ക് വയ്ക്കുന്ന ദീപങ്ങൾക്ക് സമം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന
എല്ലാ വിഷയങ്ങളും നമുക്ക് വശമായിട്ട് നടന്നു കിട്ടും. ശരിയാ? ഇതുപോലെ നിങ്ങൾ ദീപം വയ്ക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഏത് കാര്യമായിരുന്നാലും ടക്ക് ടക്കെന്ന് നമുക്ക് വരാഹിയമ്മ നടത്തിത്തരും. ഇനി ഇന്നൊരു വിഷയം എന്താച്ചാല്, തേങ്ങാ എണ്ണയും നെയ്യും മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ അത് ഇന്നും പവർഫുൾ ആയിട്ട് വന്ന് വർക്കൗട്ട് ആവും. ഇനി ഇതിനുള്ളിലേക്ക് 2 പൊരുൾകൾ കൂടെ ചേർക്കണം. നമ്മുടെ വീട്ടില് നമ്മൾ രസം വയ്ക്കാൻ ഉപയോഗിക്കുന്ന പെപ്പർ ഉണ്ടല്ലോ, ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, അത് എല്ലാ വീട്ടിലും ഉള്ളതാണ്. ആ കുരുമുളകില് ഒരു 9 കുരുമുളക് എടുത്തോളുക. 9 കുരുമുളകും ഈ 2 മുറി തേങ്ങയുണ്ടല്ലോ, ഒരു തേങ്ങ ഉടയ്ക്കുമ്പോൾ 2 മുറിയാണല്ലോ കിട്ടുന്നത്. ആ ഓരോ മുറിയിലും 9 എണ്ണം വെച്ച് 2 എണ്ണത്തിലും 18 എണ്ണം ഇട്ടോളുക. എന്നിട്ട് ഓരോന്നിലും ഒരു ചെറിയ പീസ് വയമ്പ് കൂടെ ഇടുക. മനസ്സിലായല്ലോ? 2 മുറിയിലും ഇടണം. കുരുമുളക് 9, വയമ്പ് ചെറിയ ഒരു തുണ്ട്. ഇത് ഇട്ട് 5 തിരിയും ഇട്ട് ദീപം വെച്ച് നോക്കിക്കോളൂ. നിങ്ങൾ ചോദിച്ച ഉടനെ ആ വിഷയം നടക്കുന്നോ ഇല്ലയോ എന്ന് മാത്രം നിങ്ങൾ ഗവനിച്ചോളുക. കാരണം അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഞാൻ അനുഭവിച്ചറിഞ്ഞ മുറ. പല വർഷങ്ങളായിട്ട് ഞാനിത് ചെയ്തു വരുന്നു. പലർക്കും പറഞ്ഞു കൊടുത്ത് അവരും അത് ചെയ്ത് ബലം കിട്ടിയതിനാലെയാണ് നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. സോ ഒന്നു മാത്രം, വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്തോളുക. ആഗ്രഹിച്ച കാര്യം സക്സസ് ആയിട്ട് നടന്നിരിക്കും. ഏത് കാര്യം ചെയ്താലും അത് വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. അപ്പോൾ മാത്രമേ അതോടെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട, ചെയ്തു നോക്കിക്കോളുക. വരാഹിയമ്മയുടെ മുന്നേ സന്തോഷമായിട്ട് നല്ല മനസ്സോടുകൂടി ചെയ്യൂ. പിന്നെ എപ്പോ പൂജ ചെയ്താലും മനസ്സിൽ സങ്കടങ്ങൾ എത്രയെന്ന് ഇരുന്നാലും ഒരു 5 നിമിഷത്തേക്ക് നിങ്ങൾ മനസ്സ് സന്തോഷമായിട്ട് വെച്ച് സ്വാമിക്ക് മുന്നിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നടക്കുന്ന വിഷയം ടക്ക് ടക്ക് ടക്കെന്ന് അത്രയ്ക്ക് സ്പീഡായിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടും. നമ്മൾ ഒരു ഭക്ഷണം വയ്ക്കുമ്പോൾ കൂടെ നല്ല മനസ്സോടെ വയ്ക്കുക. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വന്ന് അതിൽ അധികമുണ്ടാകും എന്ന്. അത് എന്തുകൊണ്ട് പറയുന്നതെന്നാൽ, നമ്മുടെ മനസ്സ് പോലെയാണ് ഓരോരോ വിഷയവും നമുക്ക് നടക്കുന്നത്. സോ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യുക. അപ്പോൾ അത് പെട്ടെന്ന് നടന്നു കിട്ടും. ഈ തേങ്ങാദീപം ഇന്ന് നിങ്ങൾ വെച്ചോളുക. ഒരു തേങ്ങ ഉടച്ച് 2 മുറിയിലും ദീപം വയ്ക്കുക. അത് ഡൗട്ട് ചോദിച്ചു വരും, 2 മുറിയുണ്ടല്ലോ, ഒരു മുറിയിൽ വെച്ചാൽ മതിയോ എന്ന്. അതല്ല, 2 മുറിയിലും വെക്കുക, അതാണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുക. ഇന്ന് പഞ്ചമിക്ക് നിങ്ങൾ ചെയ്തു നോക്കൂ. ചെയ്ത ശേഷം നിങ്ങൾ ആ തേങ്ങയെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അത് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. അത് ഇനിപ്പായാലും ശരി, കാരമായാലും ശരി, നോൺ വെജ് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എണ്ണയും ഉപയോഗിച്ചോളുക. ബ്ലാക്ക് പെപ്പറും വയമ്പും നിങ്ങൾ കാൽപ്പെടാത്ത ഇടത്തിൽ കളയുക. എന്നതിന് ശേഷം നിങ്ങൾക്കിത് ചെയ്ത് നോക്കി എന്ത് റിസൾട്ടാണ് കിട്ടി എന്നത് എന്നെ കമൻറ്റിൽ അറിയിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒരു ലൈക്കും കൂടെ തരണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.